ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ മേധാവി മുഹമ്മദ് യൂനുസും സൈനിക മേധാവി വക്കർ ഉസ് സമനും ഇടയിലുള്ള ഭിന്നത രൂക്ഷമായതായാണ് റിപ്പോർട്ടുകൾ. പ്രവർത്തന പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കാൻ സൈനിക മേധാവി അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിൽ യൂനുസ് എത്രയും പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണമെന്ന് സൈനിക മേധാവി ആഗ്രഹിക്കുന്നു. വിദേശ ഇടപെടൽ മൂലമുള്ള അസ്ഥിരതയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആശങ്ക. വിദേശ ഏജൻസികളുടെ പാവയായി കണക്കാക്കപ്പെടുന്ന യൂനുസായിരിക്കാം ഇതിന് കാരണം, സൈനിക വൃത്തങ്ങൾ CNN ന്യൂസ് 18നോട് പറഞ്ഞു. ഷെയ്ഖ് ഹസീനയുടെയും ഖാലിദ സിയയുടെയും പാർട്ടികളെ ഒരുമിച്ച് കൊണ്ടുവന്ന രാജ്യത്തിനു വേണ്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ സമൻ പദ്ധതി തയ്യാറാക്കുന്നുണ്ടെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ വഴി യൂനുസ് തടവുകാരെ മോചിപ്പിക്കുമോ എന്നതാണ് സൈന്യത്തെ ഏറ്റവുമധികം ആശങ്കപ്പെടുത്തുന്നത്. ബംഗ്ലാദേശ് സൈന്യം സമനുമായി സഹകരിക്കുന്നുണ്ടെന്ന് സൈനിക മേധാവിയുമായി അടുത്ത വൃത്തങ്ങൾ CNN ന്യൂസ് 18നോട് പറഞ്ഞു. കരസേനാ മേധാവിയുടെ അഭാവത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെ നിയമിച്ച് സൈന്യത്തെ വിഭജിക്കാൻ യൂനുസ് നടത്തുന്ന ശ്രമമാണ് രണ്ടാമത്തെ വലിയ ആശങ്ക. ക്വാർട്ടർ മാസ്റ്റർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ ഫൈസുർ റഹ്മാൻ യൂനുസിന്റെ വിശ്വസ്തനായ NSA കലീലുർ റഹ്മാനുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. NSAയുടെയും യൂനുസിന്റെയും ശ്രമം കരസേനാ മേധാവിയെ നീക്കം ചെയ്യാനായിരിക്കുമെന്ന് വൃത്തങ്ങൾ പറയുന്നു. അതിനാൽ മിക്ക കമാൻഡർമാരും എത്രയും വേഗം തെരഞ്ഞെടുപ്പ് നടത്താൻ ആഗ്രഹിക്കുന്നു. ഒരു സിവിൽ ഗ്രൂപ്പിന്റെയും സമ്മർദ്ദം തന്റെ അടുത്ത് വിലപോകില്ലെന്നും തന്റെ ഓഫീസിലേക്കോ വീട്ടിലേക്കോ ഉള്ള പ്രതിഷേധങ്ങൾ തടയുമെന്നും കരസേനാ മേധാവി വ്യക്തമാക്കിയിട്ടുണ്ട്. തിടുക്കത്തിൽ യൂനുസിനെ സഹായിക്കാൻ സൈനിക മേധാവി ശ്രമിച്ചുവെങ്കിലും വിദേശ ഇടപെടൽ കണക്കിലെടുത്ത് ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. 2024 ജൂണിലാണ് കരസേനാ മേധാവിയായി സമാൻ നിയമിതനായത്. ഇന്ത്യ അനുകൂല നിലപാടാണ് അദ്ദേഹത്തിനുള്ളത്. കൂടാതെ എല്ലാവരുടെയും ഇടയിലും അദ്ദേഹം ബഹുമാനിക്കപ്പെടുന്നു. ഇതിന് വിപരീതമായി ക്വാർട്ടർ മാസ്റ്റർ ജനറൽ ആയ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് ഫൈസുർ റഹ്മാന ഇസ്ലാമിസ്റ്റ് പാക് അനുകൂല നിലപാടാണ് പുലർത്തുന്നത്. നാഷണൽ സിറ്റിസൺ പാർട്ടിയുടെ മുഖ്യ സംഘാടകനായ ഹസ്നത്ത് അബ്ദുള്ള അടുത്തിടെ 28 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതായി ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. യൂനുസിനെ ഉപദേഷ്ടാവാക്കുന്നതിൽ കരസേനാ മേധാവിക്ക് താൽപ്പര്യമില്ലെന്ന് യുവജന കായിക ഉപദേഷ്ടാവ് ആസിഫ് മഹ്മൂദ് ഷോജിബ് ബുഹാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. യൂനുസിന്റെ യോഗ്യതകളെ കരസേനാ മേധാവി ആദ്യം ചോദ്യം ചെയ്തതായും ആസിഫ് വീഡിയോയിൽ സൂചിപ്പിച്ചു. നൊബേൽ പുരസ്കാര ജേതാവായിട്ടും പരിഷ്കരണവാദിയെന്ന യോഗ്യതകളുണ്ടായിട്ടും യൂനുസ് ആ സ്ഥാനത്ത് അർഹനല്ലെന്ന് കരസേനാ മേധാവി വിശ്വസിക്കുന്നു. യൂനുസിനെ കുറിച്ച് സൈന്യത്തിനുള്ളിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ടെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. സൈന്യത്തിനുള്ളിലെ ഭിന്നതയെക്കുറിച്ചുള്ള തെളിവാണ് ഈ വീഡിയോ. ബാഹ്യശക്തികളുടെ ഇടപെടലിനെക്കുറിച്ചും ഇത് സൂചന നൽകുന്നു. പാക് ചാര സംഘടനയായ ISIയുടെ മേധാവി ലഫ്റ്റനന്റ് ജനറൽ അസിം മാലിക്കും റഹ്മാനും തമ്മിൽ ഈ വർഷം ആദ്യം കൂടിക്കാഴ്ച നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. സൈന്യത്തെ വിഭജിക്കുന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു നിർദ്ദേശം നൽകി. ഇത് സൈന്യത്തിനുള്ളിൽ കൂടുതൽ സംഘർഷങ്ങൾക്ക് ആക്കം കൂട്ടുകയും കരസേനാ മേധാവിയോടുള്ള അവഗണനയായി കണക്കാക്കുകയും ചെയ്തു. സൈന്യത്തിലെ അച്ചടക്കമുള്ള ഉദ്യോഗസ്ഥർ കരസേനാ മേധാവിക്കെതിരെ പ്രവർത്തിക്കാൻ വിസമ്മതിച്ചതിനാൽ QMG നടത്തിയ അട്ടിമറിയെക്കുറിച്ച് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. QMGയുടെ ഇസ്ലാമിസ്റ്റ് പാക് അനുകൂല നിലപാടുകളും കരസേനാ മേധാവിയുടെ ഇന്ത്യ അനുകൂല നിലപാടും സംഘർഷത്തിന് കാരണമായതായി വൃത്തങ്ങൾ അറിയിച്ചു. ഇടക്കാല സർക്കാരിന് രാജ്യത്തെ സ്ഥിരപ്പെടുത്താൻ കഴിയാത്തതിന് സമൻ പരസ്യമായി നിരാശ പ്രകടിപ്പിച്ചിരുന്നു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും പരമാധികാരത്തിനും ഒരു ഭീഷണി ഉണ്ടായേക്കുമെന്ന സാധ്യത ഞാൻ കാണുന്നു. എനിക്ക് മറ്റാഗ്രഹങ്ങളൊന്നുമില്ല. എന്നാൽ രാജ്യം സുരക്ഷിതമായ കൈകളിലിരിക്കുന്നത് എനിക്ക് കാണണം. കഴിഞ്ഞ 8 മാസം മാത്രം എനിക്ക് മതിയായിരുന്നു. നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലെന്ന് നിങ്ങൾ പറയരുതെന്ന് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുകയാണ്. അട്ടിമറിക്ക് സൂചന നൽകി സൈനിക മേധാവി സമൻ പറഞ്ഞതായാണ് CNN ന്യൂസ് 18 റിപ്പോർട്ട്.